സുഖമല്ലേ? സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ വീട്ടിൽ യൂഷ്വലി ചെയ്യാറുള്ള ഫ്രൂട്ട് ഫേഷ്യലാണ്. അതായത് വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള ഫേഷ്യൽ. സോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എല്ലാം ഓൾമോസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫേസ് ക്ലീൻ ചെയ്ത് മുടിയൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് മുഖം ഒന്ന് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പപ്പായയുടെ പീസാണ്. ഇങ്ങനൊരു 10-15 മിനിറ്റ്സ് എത്ര നേരമാണോ എടുക്കുന്നത് ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഒന്ന് ഉണങ്ങി തുടങ്ങി കഴിഞ്ഞാൽ സംസാരിക്കാതിരിക്കുക. വേണമെങ്കിൽ 2 കുക്കുമ്പറൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് എന്താ പറയുക റിലാക്സ് ചെയ്തിട്ടിരിക്കുക. ചിലർ എനിക്കൊന്ന് ഡയറക്റ്റ് എപ്പോഴും തന്നെ തുടച്ച് കളയും. ഞാൻ ചെയ്യാറില്ല. ഞാൻ കുറച്ച് നേരം വെച്ചിരുന്നത് ഒന്ന് മുഖത്ത് പിടിച്ചിട്ടേ എടുത്ത് കളയാറുള്ളൂ. അപ്പോൾ അത് ആകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ പപ്പായ ഇപ്പം നല്ലോണം ഉണങ്ങിയിട്ട് ഞാൻ കഴുകി കളഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നോർമൽ വാട്ടറിലാണ് ഞാൻ കഴുകി കളഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കറിയാവുന്ന പോലെ എനിക്കൊന്ന് ഒരുപാട് സെൻസിറ്റീവ് സ്കിന്നായിട്ടുള്ളവർക്ക് പപ്പായ എന്തായാലും ഒരു ബ്ലീച്ചാണെന്നുള്ള എല്ലാവർക്കും അറിയാം. നാച്ചുറലായിട്ടുള്ള ബ്ലീച്ചാണ്. അപ്പോൾ ഒരുപാട് സെൻസിറ്റീവ് സ്കിന്നാണ്. ഡ്രൈ സ്കിൻ എന്നുള്ളവർക്ക് ലെമൺ ജ്യൂസ് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരുപാട് നീറ്റിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പപ്പായ തേച്ചാൽ മതി. ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. കെമിക്കൽ ബ്ലീച്ച് ഒബിയസ്ലി യൂസ് ചെയ്തിരിക്കുന്നതായിരിക്കും നല്ലത്. സോ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. വേറൊന്നുമല്ല, നമ്മുടെ ഓറഞ്ച്, നോർമലായിട്ടുള്ളൊരു ഓറഞ്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് സ്ക്രബിന് വേണ്ടിയിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. സോ ജസ്റ്റ് ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് ഞാനിതിൻ്റെ അരിവൊക്കെ അതുപോലെ തന്നെ വെച്ചിരിക്കും. ആ ഒരു ചെറിയൊരു എക്സ്പോളിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് ജസ്റ്റ് ഡയറക്റ്റ് റൗണ്ടിന് തേച്ച് തുടങ്ങാം. ഈ സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല ഇതായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ സ്കിൻ ഇങ്ങനെ എന്താ നല്ല ക്ലീൻ ആയിരിക്കുന്ന പോലെ തോന്നും. എന്നൊരു ഐ തിങ്ക് മേ ബി ഡെഡ് സ്കിന്നൊക്കെ ഇളകി പോകുന്നതുകൊണ്ടായിരിക്കും ഇതിൻ്റെ ചെറിയൊരു ഈ ഒരു എക്സ്പോളിയേഷൻ കൊണ്ടിട്ട്. സോ ജസ്റ്റ് നിങ്ങൾക്ക് എത്ര നേരം വരെയാണ് ആവശ്യം തോന്നുന്നത്. ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം ചെയ്യാണ്ടിരിക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ് കുറച്ച് കൂടുതൽ സമയമാണ് ചെയ്തുകൊണ്ടിരിക്കാൻ. മൂക്കിലൊക്കെ എങ്ങനെ ചെയ്യുക നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. സ്കിന്നിൽ നല്ലോണം ആ ഒരു ഡിഫറൻസ് വന്ന് തോന്നി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിർത്താം. നിങ്ങൾ എന്ത് ചെയ്താലും കഴുത്തിനെ അവോയ്ഡ് ചെയ്യാണ്ടിരിക്കുക. എൻ്റെ മെയിൻ പ്രശ്നം ഫേസും നെക്കും 2 ഡിഫറെൻറ്റ് കളറാണ്. ഒരേ സ്കിൻ ടോണേ അല്ല. അപ്പം അത് എന്താ സമയം കഴിയുമ്പോൾ നല്ല ഡിഫറൻസ് ആയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം അതൊന്ന് മാച്ച് ചെയ്യിക്കാൻ ഇപ്പം ഞാൻ എന്ത് ചെയ്യുമ്പോഴും കഴുത്തിലും കൂടെ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ ശ്രമിക്കും. പക്ഷെ എനിക്കിഷ്ടമല്ല. ഇനി കുറച്ച് ഇതും ഒന്ന് ഉണങ്ങി പുറത്തുനിന്ന് ഒട്ടിപ്പിടിക്കുന്നവരെ കയ്യിലൊക്കെ ഫുള്ളായി അങ്ങ് തേച്ച് പിടിപ്പിക്കുകയല്ലേ. ഉണങ്ങി കഴിഞ്ഞിട്ട് ജസ്റ്റ് നോർമൽ വെള്ളത്തിൽ കഴുകിയിട്ട് നമ്മുടെ ഫേസ് പാക്കിലോട്ട് കിടക്കാം. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. സോ ഇതിനായിട്ട് ജസ്റ്റ് എത്രത്തോളമാണ് ആവശ്യം അതിനുള്ള സ്പൂൺ എടുത്ത് കോരിയിടുക ഇങ്ങോട്ട് വേറെ ബൗളിലോട്ട്. ഇനി ഈ ഹണി പഴം ഓൾറെഡി ആയിട്ടുണ്ടല്ലോ ഇത് കുറച്ചൊന്ന് മുഖത്ത് പിടിച്ചിരിക്കാൻ വേണ്ടി ഇത് മാത്രം ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒലിച്ചു പോകും. പിന്നെ ബേസൻ നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ്, എല്ലാ ഫേസ് പാക്കിലും ഉള്ള ഗസ്റ്റാണിത്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഒന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ബേസൻ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെ വേണം തോന്നുന്നുണ്ടെങ്കിൽ ഇടാം. അത് കഴിഞ്ഞ് പിന്നെ വേണ്ടത് നമ്മുടെ പശുവിൻ പാലാണ്. അത് ജസ്റ്റ് ഒന്ന് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് മതി കേട്ടോ. അതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വീണ്ടും കട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കടൽമാവ് ചേർക്കാം ഒന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മുടെ ഈ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. സോ ഞാൻ ഓറഞ്ചും കഴുകി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫേഷ്യലിലെ ലാസ്റ്റ് സ്റ്റെപ്പ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ഈ ബനാന ഫേസ് മാസ്കാണ്. കൂടുതൽ കത്തിയടിക്കാതെ ഞാൻ എൻ്റെത് അപ്ലൈ ചെയ്യട്ടെ. ഇപ്പം നേരത്തെ ഞാൻ വീഡിയോയിൽ കാണിച്ചതിനേക്കാളും ഞാൻ കുറച്ചുകൂടി ബേസൻ പൊടി ഇട്ടിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റത് ഭയങ്കര റണ്ണി ആയിപ്പോയി ആ ഒരു മിക്സർ. സോ ജസ്റ്റ് ഒരു കോട്ടൺ ഇതോ അല്ലെങ്കിൽ കൈ കൊണ്ട് തേച്ചാലും മതി.
പിന്നെ ഞാൻ എൻ്റെ വീഡിയോസിൽ ഒരുപാട് ഗ്യാപ്പ് വരുന്നത് ചിലർക്ക് പറയാണ്ട് ഗ്യാപ്പ് വരുന്നുണ്ടെന്ന്, വിച്ച് ഈസ് ട്രൂ. വേറെ ഒന്നുമല്ല, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, 40 hours വർക്കിങ്. അതിൻ്റെ ഇടയ്ക്കുള്ള സമയത്താണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഞാൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ചെറുപ്രായം ഇടാത്ത വേറൊരു കാര്യം, ഞാൻ ട്രൈ ചെയ്ത് എനിക്കെങ്കിലും ഓക്കെ ആണെന്നുള്ളത് മാത്രമേ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇത് ഒരുപാട് ഏത് സ്കിന്നാണ് നല്ലതെന്നുള്ളത് ഞാൻ അല്ലാതെ റിസർച്ച് ചെയ്യും. ചിലതൊക്കെ ട്രൈ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെടാത്തുള്ളത് ഞാൻ ഇവിടെ കാണിക്കത്തില്ല. അതിലൊരെണ്ണമാണ് വിറ്റാമിൻ ഇ. ഐ തിങ്ക് ഞാനിതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, വിറ്റാമിൻ ഇ ഓയിലിൻ്റെ കാര്യം. അത് ഞാൻ മേടിച്ച് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് നിറച്ച് കുരു വന്നു. സോ ഒരുപാട് പേർക്ക് അത് നല്ലതാണെന്ന് തോന്നുന്നുണ്ട്, ബട്ട് എനിക്ക് നല്ലതല്ല. സോ ഞാൻ ആ പാക്ക് അപ്ലൈ ചെയ്തു. ഒരു 2-3 ലെയർ ഇങ്ങനെ തേച്ച് വരുമ്പോഴാണ് ഇത്രയെങ്കിലും കാണുന്നത്. അല്ലെങ്കിൽ നമ്മളെ ഫേസിലൊന്നും തേക്കാത്ത പോലെ ഇങ്ങനെ വെള്ളം പോലെയല്ല, ഒരു നല്ല മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ക്രീം തേച്ച പോലെ അതങ്ങ് പിടിച്ചുകൊണ്ടിരിക്കും. നിങ്ങളിത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം കേട്ടോ. ഈ പറഞ്ഞ 3 കാര്യം ഒരുമിച്ച് ട്രൈ ചെയ്തില്ലെങ്കിൽ ഓരോന്നും ഓരോ തവണയായിട്ട് ചെയ്ത് നോക്കിയാലും മതി. ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പണിയായതുകൊണ്ട് എപ്പോഴും ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. മേ ബി മന്ത്ലി വൺസ് അങ്ങനെ 3 കൂടെ ഒരുമിച്ച് ചെയ്യാം. സോ ഇത് ഒലിച്ചിറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പോയി ഒന്ന് ചാരി ഇരുന്ന് ഇതിനൊന്ന് ഉണക്കി എടുക്കട്ടെ. ഉണക്കി കഴുകി കളഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പം ഞാൻ എൻ്റെ ഫേസ് മാസ്കും കഴുകി കളഞ്ഞിട്ടുണ്ട്. ഫേസ് എന്നുള്ള എന്താ പറയുക, തണുപ്പ് വരുമെന്ന് പറയില്ലേ, നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് തോന്നുക, അങ്ങനെ ഒരു എഫക്റ്റായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഇനി കഴുകളെന്ന് തോന്നിയില്ല. നല്ലപോലെ പിടിക്കുന്നവരെ ഞാൻ ജസ്റ്റ് അത് തേച്ച് നല്ലപോലെ റിലാക്സ് ചെയ്ത് ഒരു 40-45 മിനിറ്റ്സ് മിനിമം ഞാൻ വെച്ചിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് കഴുകി കളഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഫേസിൽ വെള്ളം ഇങ്ങനെ സ്പ്ലാഷ് ചെയ്യുമ്പോൾ തന്നെ അതങ്ങ് പോകത്തില്ല. ഒരു ഫസ്റ്റ് ഒന്ന് വെള്ളം സ്പ്ലാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കഴുകുക. അപ്പം നല്ലവണ്ണം ഇളകി ഒരു ക്രീമി ടെക്സ്ചർ പോലെ വന്നിട്ട് അത് പോകും. പിന്നെ നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ട് ഫുള്ള് പോകുന്നവരെ കഴുകി കളഞ്ഞാൽ മതി. ഞാൻ ഇപ്പോൾ ഇത് ക്രീമൊന്നും വെച്ചിട്ടില്ല, എനിക്ക് ഡ്രൈ ആയിട്ട് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് വെച്ചിരുന്നിട്ട് ഏതെങ്കിലും നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസിങ് ക്രീമോ എന്തെങ്കിലും ഒന്ന് തേച്ചാൽ മാത്രം മതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ.